നിങ്ങളൊരു സിനിമ കാണുമ്പോൾ അതിലെ കഥ ഉം, അത് കൃത്യമായി എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലേക്കെത്തുന്നത്? ആഹാ. വെറുതെ സ്ക്രീനിൽ കാണുന്ന ചിത്രങ്ങൾ കൊണ്ടാണോ അതോ കഥാപാത്രങ്ങൾ പറയുന്ന സംഭാഷണങ്ങൾ കേട്ടിട്ടാണോ? നല്ല ചോദ്യമാണ്. ഇതിലും വലുതായൊന്ന് ചോദിക്കട്ടെ, ഒരു സിനിമയെ നമ്മൾ ഈ സംസാരിക്കുന്ന മലയാളം പോലെ ഒരു ഭാഷയായിട്ട് കണക്കാക്കാൻ പറ്റുമോ? അതായത് അതിനൊരു വ്യാകരണമൊക്കെ ഉണ്ടോന്ന്? അതെ, അതിനൊരു വ്യാകരണവും വാക്കുകളുമൊക്കെ ഉണ്ടോ? നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്ന ഈ പഠനങ്ങളിൽ ചർച്ച ചെയ്യുന്നത് സിനിമാ സിദ്ധാന്തത്തിലെ ഇത്തരമൊരു കൗതുകകരമായ ആശയമാണ്. നിങ്ങളുടെ ഈ സ്രോതസ്സുകളിൽ പ്രധാനമായും 3 പേരെക്കുറിച്ചാണ് പറയുന്നത്: ക്രിസ്ത്യൻ മെറ്റ്സ്, പീറ്റർ വോളൻ, പിന്നെ ഇവരുടെ ആശയങ്ങളെ കീറിമുറിച്ചു പരിശോധിക്കുന്ന ഗിൽബർട്ട് ഹാർമൺ. അതെ, ഇവർ സെമിയോട്ടിക്സ് അഥവാ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള പഠനം ഉപയോഗിച്ച് സിനിമയെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ശരി. അതോ അതെല്ലാം വെറുമൊരു തോന്നലാണോ എന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം? അതെ, ലക്ഷ്യം അതുതന്നെ. മിറ്റ്സ് സിനിമയ്ക്കായി ഒരു വ്യാകരണ പുസ്തകം എഴുതാൻ ശ്രമിച്ചപ്പോൾ വോളൻ പറഞ്ഞു, അല്ല, സിനിമ വാക്കുകളല്ല, ചിഹ്നങ്ങളാണ് എന്ന്. എന്നിട്ട് അവസാനം ഹാർമൺ വന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും നിർത്തൂ, നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പോലും കൃത്യമായ അർത്ഥമില്ല എന്ന്. ശരിക്കും ഒരു രസകരമായ ബൗദ്ധിക യുദ്ധം തന്നെയാണിത്. കൊള്ളാം. ശരി, അപ്പോ നമുക്ക് ഈ വിഷയം വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം ക്രിസ്ത്യൻ മെറ്റ്സിന്റെ ആശയത്തിൽ നിന്ന് തുടങ്ങാം. അതെ, സിനിമ ഒരു ഭാഷയാണ് എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പ്രധാന വാദം. ഇത് കേൾക്കുമ്പോൾ ആദ്യം തോന്നുക സിനിമയിലെ സംഭാഷണങ്ങളെക്കുറിച്ചാണോ അദ്ദേഹം സംസാരിക്കുന്നതെന്നാണ്. അതൊരു സ്വാഭാവികമായ സംശയമാണ്. പക്ഷേ അല്ല, മെറ്റ്സിന്റെ ശ്രദ്ധ സംഭാഷണങ്ങളിലായിരുന്നില്ല. ഓഹോ. അദ്ദേഹം ശ്രദ്ധിച്ചത് കഥ പറയുന്ന സിനിമകളെ, അതായത് നരേറ്റീവ് ഫിലിംസിനെ മാത്രമാണ്. ഡോക്യുമെന്ററികളോ പരീക്ഷണ സിനിമകളോ അതൊന്നും അദ്ദേഹത്തിന്റെ പഠനത്തിൽ വന്നില്ല. ഓക്കെ. അദ്ദേഹത്തിന്റെ വാദം ഇതായിരുന്നു: നമ്മൾ സംസാരിക്കുന്ന ഭാഷയ്ക്ക് വാക്കുകളും വാക്യങ്ങളും പിന്നെ വ്യാകരണ നിയമങ്ങളുമുള്ളതുപോലെ സിനിമയ്ക്കും അതിൻ്റെതായ നിയമങ്ങളുണ്ട്, ഒരു കോഡുണ്ട്. സിനിമയുടെ കോഡോ? അതെ. ഷോട്ട്, സീൻ, എഡിറ്റിംഗ് തുടങ്ങിയവയാണ് സിനിമയുടെ വാക്കുകളും വാക്യങ്ങളും എന്ന് പറയാം. ഈ വ്യാകരണം മനസ്സിലാക്കിയാൽ സിനിമയെ ഒരു ശാസ്ത്രം പോലെ വിശകലനം ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം കരുതി. ഓക്കെ, അപ്പൊ സിനിമയുടെ ഒരു വ്യാകരണ പുസ്തകം ഉണ്ടാക്കാനുള്ളൊരു ശ്രമമായിരുന്നു അത്? ഒരു തരത്തിലതെ. ഈ ആശയം വിശദീകരിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച 2 പ്രധാനപ്പെട്ട വാക്കുകളുണ്ടല്ലോ നിങ്ങളുടെ ഈ പഠനങ്ങളിൽ: ഡിനോട്ടേഷൻ പിന്നെ കനോട്ടേഷൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ ഒരു അടിത്തറയാണ്. ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥം. അതായത് നിങ്ങൾ സ്ക്രീനില് നേരിട്ട് കാണുന്ന കാര്യങ്ങൾ, കഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായ തലം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മണിച്ചിത്രത്താഴ് എന്ന സിനിമയില് ആദ്യമായി നാഗവല്ലിയുടെ ചിത്രം കാണിക്കുന്ന ഒരു രംഗമില്ലേ? ഉണ്ട്. അവിടത്തെ ഡിനോട്ടേഷൻ വളരെ ലളിതമാണ്. ഒരു സ്ത്രീയുടെ പെയിന്റിംഗ്, അത്രയുള്ളൂ. അപ്പോൾ കനോട്ടേഷൻ എന്ന് പറയുന്നത് ആ പെയിന്റിംഗ് നമ്മളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഫീൽ, ആ ചിന്തകളൊക്കെയാണോ? കൃത്യമായി. അതാണ് വ്യംഗ്യാർത്ഥം. ആ പെയിന്റിംഗ് വെറുമൊരു ചിത്രമല്ല, അത് കാണുന്ന നിമിഷം തന്നെ അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ, ദുരന്തം, സിനിമയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന ഭയം, വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ, അതെ, വരാനിരിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ ആഴത്തിലുള്ള സാംസ്കാരികമായ അർത്ഥങ്ങളെയാണ് മെറ്റ്സ് കനോട്ടേഷൻ എന്ന് വിളിച്ചത്. അപ്പോ അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് ആദ്യം ഡിനോട്ടേഷൻ മനസ്സിലാക്കണം, എന്നിട്ട് കനോട്ടേഷനിലേക്ക് പോകണം, അങ്ങനെയാണോ? അതെ. ഒരു സിനിമാ പഠനം ആദ്യം ഡിനോട്ടേഷനിൽ ശ്രദ്ധിക്കണം. അതായത് കഥയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം മാത്രം കനോട്ടേഷൻ എന്ന ആഴത്തിലുള്ള അർത്ഥങ്ങളെക്കുറിച്ച് പഠിച്ചാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. അദ്ദേഹം സിന്റാഗ്മകൾ എന്നൊരു വാക്കുകൂടി ഉപയോഗിക്കുന്നുണ്ടല്ലോ. കേൾക്കാൻ കുറച്ച് പ്രയാസമുള്ള വാക്കാണ്. എന്താണത് ശരിക്കും? അത് സിനിമയുടെ വാക്യഘടന കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ ഒരു ശ്രമമായിരുന്നു. സിന്റാഗ്മകൾ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗിലെ പലതരം പാറ്റേണുകൾ. ഉദാഹരണത്തിന്, ഇപ്പോ ഒരു സിനിമയുടെ ക്ലൈമാക്സിൽ നായകൻ ബോംബ് നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നു, അതേസമയം വില്ലൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇത് രണ്ടും മാറി മാറി കാണിക്കുമല്ലോ. അതെ. ആ എഡിറ്റിംഗ് രീതി ഒരേ സമയം നടക്കുന്ന 2 സംഭവങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് അതൊരു തരം സിന്റാഗ്മയാണ്. ഇതുപോലെ പലതരം സീക്വൻസുകളെ തരംതിരിച്ച് സിനിമയുടെ ഘടനയ്ക്ക് ഒരു ശാസ്ത്രീയ അടിത്തറ നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഓക്കെ, അപ്പം മെറ്റ് സിനിമയ്ക്ക് ഒരു ചിട്ടയായ വ്യാകരണമുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കൊരു സംശയം,
സിനിമ അത്ര ചിട്ടയുള്ളൊരു കലാരൂപമാണോ? ഉം. ഗൊപ്പ സംവിധായകരെല്ലാം ഈ പറയുന്ന നിയമങ്ങൾ പൊളിച്ചെഴുന്നവരല്ലേ? എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ആശയത്തോട് യോജിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സംശയം വളരെ ശരിയാണ്. ഇവിടെയാണ് പീറ്റർ വോളന്റെ പ്രവേശനം. ആഹാ. നിങ്ങളുടെ സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നതുപോലെ വോളൻ ഈ ഭാഷാശാസ്ത്രപരമായ സമീപനത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. സിനിമയെ ഭാഷയായി കാണുന്നത്, എന്താ പറയാ, അതിനൊരു ഇടുങ്ങിയ ചട്ടക്കൂടിൽ ഒതുക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. അതിന് അദ്ദേഹം ഒരു ബദൽ വെച്ചോ? തീർച്ചയായും. അതിനായി അദ്ദേഹം C.S. പേഴ്സ് എന്ന മറ്റൊരു തത്വചിന്തകന്റെ സിദ്ധാന്തമാണ് കൂട്ടുപിടിച്ചത്. പേഴ്സയുടെ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം. അത് മനസ്സിലാക്കിയാലേ വോളന്റെ വാദം വ്യക്തമാകും എന്ന് പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് 3 തരം ചിഹ്നങ്ങൾ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏതെങ്കിലും സിനിമയിലെ ഒരു ഉദാഹരണം വെച്ച് വിശദീകരിക്കാമോ? തീർച്ചയായും. നമുക്ക് നാടോടിക്കാറ്റ് സിനിമയിലെ ദാസിന്റെയും വിജയന്റെയും ആ പഴയ അംബാസിഡർ കാർഡെടുക്കാം. ഓക്കേ, കൊള്ളാം. പേഴ്സിന്റെ സിദ്ധാന്തമനുസരിച്ച് ആദ്യത്തെ ചിഹ്നം ഐക്കോണിക് ആണ്. അതായത് അത് പ്രതിനിധീകരിക്കുന്ന വസ്തുവിനെ പോലെ തന്നെയിരിക്കും. സ്ക്രീനിൽ ആ കാർ കാണുമ്പോൾ അതൊരു കാറിന്റെ ചിത്രം തന്നെയാണ്. അതിന് യാഥാർത്ഥ്യവുമായി രൂപസാദൃശ്യമുണ്ട്. ഇതാണ് ഐക്കോണിക് ചിഹ്നം. രണ്ടാമത്തത് ഇൻഡെക്സിക്കൽ. ഇതിന് അത് പ്രതിനിധീകരിക്കുന്ന വസ്തുവുമായി നേരിട്ടൊരു ഭൗതിക ബന്ധമുണ്ടാകും. ആ കാർ ചെളിയിലൂടെ ഓടിപ്പോകുമ്പോൾ ടയറിന്റെ പാടുകളുണ്ടാകുമല്ലോ. ആ പാടുകൾ ഒരു ഇൻഡെക്സിക്കൽ ചിഹ്നമാണ്. അതാ കാർ അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ നേരിട്ടുള്ള ഒരു തെളിവാണ്. അതുപോലെ പുക എന്ന തീയുടെ ഒരു ഇൻഡെക്സിക്കൽ ചിഹ്നമാണ്. ഓക്കെ, അപ്പോ ഐക്കോണിക് എന്നാൽ രൂപസാദൃശ്യം, ഇൻഡെക്സിക്കൽ എന്നാൽ നേരിട്ടുള്ള തെളിവ്. ഇനി മൂന്നാമത്തത് സിംബോളിക് ആണല്ലോ. ആ കാറിന്റെ കാര്യത്തിൽ അതെങ്ങനെയാ വരുന്നത്? മൂന്നാമത്തതാണ് സിംബോളിക്, ചിഹ്നങ്ങൾ. ഇതിന് അത് പ്രതിനിധീകരിക്കുന്ന വസ്തുവുമായി നേരിട്ട് ഒരു ബന്ധവുമില്ല. ബന്ധമില്ലെന്നോ? ഇല്ല. ഒരു പൊതുവായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അതിന് അർത്ഥം കിട്ടുന്നത്. നാടോടിക്കാറ്റ് സിനിമയിലുടനീളം ആ പഴയ അംബാസിഡർ കാർ എന്തായി മാറുന്നു? അത് അവരുടെ ഒരു കഷ്ടപ്പാടിന്റെയും സ്വപ്നങ്ങളുടെയും ഒക്കെ പ്രതീകമായി മാറുന്നുണ്ട്. അതെ, അതവരുടെ പരാജയപ്പെട്ട സ്വപ്നങ്ങളുടെ, ദുരിതങ്ങളുടെ, പ്രതീക്ഷകളുടെ പ്രതീകമായി, അതായത് ഒരു സിംബലായി മാറുന്നു. ആ അർത്ഥം കാറിന് സ്വതവേയുള്ളതല്ല. സിനിമയും പ്രേക്ഷകരും ചേർന്ന് അതിന് ആ അർത്ഥം നൽകുന്നതാണ്. ശരിയാണ്. വാക്കുകളെല്ലാം സിംബോളിക് ചിഹ്നങ്ങളാണ്. കാർ എന്ന വാക്കിന് യഥാർത്ഥ കാറുമായി രൂപത്തിലോ ഒന്നിലും ഒരു ബന്ധവുമില്ലല്ലോ. ആഹാ, ഇപ്പോ വ്യക്തമായി. അപ്പോൾ വോളൻ പറയുന്നത് മെറ്റ് സിനിമയെ ഒരു ഭാഷയായി, അതായത് സിംബോളിക്കായി മാത്രം കണ്ടു. പക്ഷേ സിനിമയുടെ യഥാർത്ഥ ശക്തി അതിന്റെ ഐക്കോണിക്, ഇൻഡെക്സിക്കൽ തലങ്ങളിലാണ് നിലനിൽക്കുന്നതെന്നാണോ? അതെ. സിനിമയിലെ ദൃശ്യങ്ങൾ വാക്കുകളല്ല, അവ യാഥാർത്ഥ്യത്തിന്റെ ചിത്രങ്ങളും അടയാളങ്ങളുമാണ്. അതാണ് വോളന്റെ പ്രധാന വിമർശനം. ഓക്കേ. പക്ഷേ അദ്ദേഹം അവിടെ നിർത്തിയില്ല. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം കൂടുതൽ ആഴമുള്ളതാകുന്നത്. അതെങ്ങനെ? സിനിമ അടിസ്ഥാനപരമായി ഐക്കോണിക്കും ഇൻഡെക്സിക്കലുമാണെങ്കിലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപരമായ അർത്ഥം വരുന്നത് അതിലെ ദുർബലമായ സിംബോളിക് തലത്തിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മിനിറ്റ്, അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണല്ലോ. അതായത് ഒരു സംവിധായകൻ ഈ യാഥാർത്ഥ്യത്തിന്റെ കഷ്ണങ്ങളെ, അതായത് ദൃശ്യങ്ങളെ, എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, എങ്ങനെ ഒരുമിപ്പിക്കുന്നു എന്നതിലൂടെയാണ് ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. അതിനർത്ഥം ഒരു സംവിധായകൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക മാത്രമല്ല ചെയ്യുന്നത് എന്നാണോ? കൃത്യമായി. വോളന്റെ അഭിപ്രായത്തിൽ മഹത്തായ കല നിലവിലുള്ള നിയമങ്ങളെയും രീതികളെയും ആ കോഡുകളെ അന്ധമായി പിന്തുടരുകയല്ല ചെയ്യുന്നത്. മറിച്ച് അതിനെ ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ കാണുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ കഴിയും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമാറ്റിക് ഗ്രാമർ ആയിരിക്കില്ല അവിടെ കാണുന്നത്. ശരിയാണ്. അദ്ദേഹം ആ നിയമങ്ങളെ പൊളിച്ചെഴുതാണ്. വോളൻ പറയുന്നത് ഒരു കലാസൃഷ്ടി എന്നത് പുതിയ ആശയങ്ങൾ കണ്ടെത്താനും നിലവിലുള്ള ചിന്തകളെ പുനഃപരിശോധിക്കാനുമുള്ള ഒരു മാർഗമാണെന്നാണ്. ഒരു ശാസ്ത്രജ്ഞൻ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതുപോലെ ഒരു സംവിധായകൻ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് പുതിയ അർത്ഥങ്ങൾ തേടുന്നു. കൊള്ളാം. അപ്പോൾ നമുക്ക് 2 ശക്തമായ സിദ്ധാന്തങ്ങളുണ്ട്. മെറ്റ്സിന്റെ സിനിമ ഒരു ഭാഷ, വോളന്റെ സിനിമ ചിഹ്നങ്ങളുടെ ലോകം. നിങ്ങളുടെ സ്രോതസ്സുകൾ അടുത്തതായി ഗിൽബർട്ട് ഹാർമൻ എന്ന നിരൂപകനെ കൊണ്ടുവരുന്നു. അതെ. അദ്ദേഹം ഈ 2 സിദ്ധാന്തങ്ങളെയും ഒരുപോലെ വിമർശിക്കുകയാണല്ലോ. എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം? ഹാർമൻ ഒരു തത്വചിന്തകന്റെ കണ്ണോടെയാണ് ഈ സിദ്ധാന്തങ്ങളെ നോക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ അടിസ്ഥാനപരമാണ്. ശരി. ആദ്യം,
മെറ്റ്സിന്റെ കാര്യത്തിൽ തുടങ്ങാം. ഡിനോട്ടേഷനെയും കെനോട്ടേഷനെയും, അതായത് വാച്യാർത്ഥത്തെയും വ്യംഗ്യാർത്ഥത്തെയും ഒരു കത്തികൊണ്ട് മുറിക്കുന്നതുപോലെ വേർതിരിക്കാൻ സാധിക്കില്ലെന്ന് ഹാർമൻ പറയുന്നു. അതെന്തുകൊണ്ടാണ്? അത് രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളല്ലേ? നമുക്കങ്ങനെ തോന്നാം. പക്ഷേ ഹാർമന്റെ വാദം ശ്രദ്ധിക്കാം. ഒരു സിനിമയിലെ അടിസ്ഥാന കഥ, ആ ഡിനോട്ടേഷൻ, മനസ്സിലാക്കാൻ പോലും നമുക്ക് പലപ്പോഴും അതിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ, ആ കെനോട്ടേഷൻ, അറിയേണ്ടി വരും. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ദേവാസുരം എന്ന സിനിമയെടുക്കാം. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ മുണ്ടുടുക്കുന്നതും സംസാരിക്കുന്നതും മാത്രം കണ്ടാൽ മതിയോ? പോരാ. ആ ഫ്യൂഡൽ തറവാടിന്റെ പശ്ചാത്തലം, അവിടത്തെ അധികാരഘടന, അക്കാലത്തെ സാമൂഹിക രീതികൾ, ഈ കനോട്ടേഷനുകൾ അറിഞ്ഞാൽ മാത്രമേ നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന്റെ ഡിനോട്ടേഷൻ പൂർണ്ണമാവുകയുള്ളൂ. ശരിയാണ്. അതായത് ഇവ രണ്ടും പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. അതെ, ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന രീതിയിലല്ല അവ പ്രവർത്തിക്കുന്നത്. അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ്. ഇനി വോളന്റെ സിദ്ധാന്തത്തെക്കുറിച്ച് ഹാർമൻ എന്തു പറയുന്നു? കോഡെന്ന വാക്കിന്റെ ഉപയോഗത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹം വെറുതെ വാക്കുകളിൽ പിടിച്ചു തൂങ്ങുകയാണോ? നമ്മൾ ഡ്രസ് കോഡ് എന്നൊക്കെ സാധാരണയായി ഉപയോഗിക്കുന്നതല്ലേ? അല്ലല്ല, ഹാർമൻ വെറുതെ വാക്കുകളിൽ പിടിച്ചു തൂങ്ങുകയല്ല, മറിച്ച് ആ വാക്ക് ഉപയോഗിക്കുന്നതിലെ കൃത്യതയില്ലായ്മയെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഓക്കേ. അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്: ഒരു ഡ്രസ് കോഡും ഒരു സീക്രട്ട് കോഡും ഒരുപോലെയാണോ? ഒരു രഹസ്യ സന്ദേശത്തിന്, അതായത് സീക്രട്ട് കോഡിന്, കൃത്യമായ ഒരു കീ ഉണ്ടാകും. അതുപയോഗിച്ച് ഡീകോഡ് ചെയ്യാം. അതെ, അതുപയോഗിച്ച് ആ സന്ദേശം കൃത്യമായി തർജ്ജമ ചെയ്യാം. എന്നാൽ ഒരു ഡ്രസ് കോഡ് അങ്ങനെയല്ല. അത് സാമൂഹികമായ ഒരു കീഴ്വഴക്കമാണ്. അതിനൊരു നിഘണ്ടുവുമില്ല. മെറ്റ്സും വോളനും കോഡ് എന്ന വാക്ക് ഈ എല്ലാ അർത്ഥത്തിലും ഒരുപോലെ ഉപയോഗിച്ചു. അതാണ് ഹാർമന്റെ പ്രശ്നം. സംഗീതത്തിന്റെ കാര്യത്തിലും അദ്ദേഹം ഇതേ വാദം ഉന്നയിക്കുന്നുണ്ട്. അതെങ്ങനെ? സംഗീതത്തിന്റെ ഘടനയെ ഒരു കോഡ് എന്ന് വിളിക്കാമെങ്കിലും അതിനൊരു വാക്കിനുള്ളതുപോലെ കൃത്യമായ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. നമ്മൾ പലപ്പോഴും സംഗീതം ആസ്വദിക്കുന്നത് അതിന്റെ ഘടനയുടെ ഭംഗി കൊണ്ടാണ്, അതിലൊളിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സന്ദേശം ഡീകോഡ് ചെയ്തിട്ടല്ല. ശരിയാണ്. സിനിമയിലെ എഡിറ്റിംഗ്, ക്യാമറ ചലനങ്ങൾ തുടങ്ങിയ പല ഘടകങ്ങളും ഇത്തരത്തിലുള്ളതാണെന്ന് ഹാർമൻ വാദിക്കുന്നു. എല്ലാത്തിനെയും ഒരു ചിഹ്നമായി കണ്ട് അതിന്റെ അർത്ഥം തേടിപ്പോകുന്നത് സിനിമയുടെ ആസ്വാദനത്തെ പരിമിതപ്പെടുത്തും. അപ്പോൾ ഹാർമന്റെ അവസാനത്തെ നിഗമനം എന്താണ്? ഈ സെമിയോട്ടിക്സ് എന്ന പഠനശാഖ സിനിമയെ മനസ്സിലാക്കാൻ ഒട്ടും സഹായകമല്ല എന്നാണോ? അല്ല, അങ്ങനെയല്ല. ഹാർമൻ പറയുന്നത് സെമിയോട്ടിക്സ് എന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഏകീകൃത ശാസ്ത്രശാഖയല്ല എന്നാണ്. പിന്നെന്താണ്? മറിച്ച് അർത്ഥം, തെളിവ്, ചിത്രീകരണം, ആശയവിനിമയം തുടങ്ങിയ പല വിഷയങ്ങളുടെ ഒരു കൂട്ടമാണത്. അതിന് സ്വന്തമായി കർശനമായ നിയമങ്ങളോ പൊതുവായ തത്വങ്ങളോ ഇല്ല. അതുകൊണ്ട് സിനിമാ സിദ്ധാന്തത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ മാത്രം കെൽപ്പുള്ള ഒരു വലിയ സിദ്ധാന്തമായി അതിനെ കാണാൻ സാധിക്കില്ല. അത് സിനിമയെ വിശകലനം ചെയ്യാനുള്ള ചില ഉപകരണങ്ങൾ നൽകുന്നുണ്ട്, പക്ഷെ അതൊരു സമ്പൂർണ്ണ ശാസ്ത്രമല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ മെറ്റ്സിന്റെ സിനിമയൊരു ഭാഷ എന്ന ആശയത്തിൽ നിന്ന് തുടങ്ങി അതിനെ ചോദ്യം ചെയ്ത വോളന്റെ ചിഹ്നങ്ങളുടെ വർഗീകരണത്തിലൂടെ കടന്നുപോയി ഒടുവിൽ ഈ രണ്ട് സിദ്ധാന്തങ്ങളെയും വിമർശിക്കുന്ന ഹാർമന്റെ വാദങ്ങളിലും എത്തിച്ചേർന്നു. അതെ, ഒരുപക്ഷേ ഒരു സമ്പൂർണ്ണ സിനിമാ സിദ്ധാന്തം ഉണ്ടാക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടിരിക്കാം. എങ്കിലും ഈ ചർച്ചകൾ സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പുതിയ ചില വാതിലുകൾ തുറന്നു തരുന്നില്ലേ? തീർച്ചയായും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ ഈ സ്രോതസ്സുകൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ സിദ്ധാന്തങ്ങൾ മുന്നോട്ടുവെച്ച ഉത്തരങ്ങളെക്കാൾ പ്രസക്തം അവയുയർത്തിയ ചോദ്യങ്ങളാണ് എന്നതാണ്. ചോദ്യങ്ങളോ? അതെ. ഒരു സിനിമ എങ്ങനെയാണ് അർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നത്? ഒരു ദൃശ്യം എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? ഈ ചോദ്യങ്ങൾ വളരെ ഗൗരവമായി ചോദിക്കാൻ മെറ്റ്സും വോളനും നമ്മളെ പ്രേരിപ്പിച്ചു. അതിന്റെ ഫലം ഇന്നും നമുക്ക് കാണാം. ഇന്നൊരു സിനിമാ നിരൂപണം വായിച്ചാൽ അതിൽ ഐക്കോണിക്, സിംബോളിക് തുടങ്ങിയ വാക്കുകൾ കാണാൻ സാധിക്കും. ശരിയാണ്, അതൊരു പുതിയ ഭാഷ പോലെയായി. അതെ, ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പുതിയ ഒരു ഭാഷ കിട്ടി. ഈ സിദ്ധാന്തങ്ങൾ പൂർണ്ണമായി വിജയിച്ചില്ലെങ്കിലും അവർ സിനിമാ പഠനത്തെ കൂടുതൽ ആഴമുള്ളതും ഗൗരവമേറിയതുമാക്കി മാറ്റി. അപ്പോ ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം എന്താണ്? ആത്യന്തികമായി നിങ്ങളുടെ ഈ സ്രോതസ്സുകളിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം ഇതാണ്:
ഒരു സിനിമയുടെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുന്നതിനപ്പുറം ആ സിനിമ എങ്ങനെയാണ് അർത്ഥമുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു തുടങ്ങുക. ആ ചോദ്യമാണ് യഥാർത്ഥ സിനിമാസ്വാദനത്തിന്റെ താക്കോൽ. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവെക്കട്ടെ. അടുത്ത തവണ നിങ്ങളൊരു സിനിമ കാണുമ്പോൾ അതിലെ കഥയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ആ കഥ നിങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു എന്ന് ശ്രദ്ധിക്കുക. ഒരു രംഗത്തിലെ മഴയെ കാണുമ്പോൾ ഒന്ന് നിർത്തുക. ആ മഴ കേവലം ദുഃഖത്തിന്റെ ഒരു സിംബൽ മാത്രമാണോ? അതോ ആ രംഗം ഷൂട്ട് ചെയ്ത ദിവസം പെയ്ത യഥാർത്ഥ മഴയുടെ ഇൻഡെക്സിക്കൽ അടയാളമാണോ അത്? അതുകൊണ്ടാണോ ആ രംഗത്തിന് അത്രയേറെ സ്വാഭാവികത തോന്നുന്നത്? അതോ മറ്റൊന്നുമല്ല, അത് വെറുമൊരു മനോഹരമായ ഐക്കോണിക് ദൃശ്യമാണോ? മഹത്തായ സംവിധായകർ ഈ 3 തലങ്ങളിലും ഒരേ സമയം കഴിക്കുന്നു. ആ കളി തിരിച്ചറിയാൻ തുടങ്ങുന്ന നിമിഷം ഒരുപക്ഷേ നിങ്ങളുടെ സിനിമാസ്വാദനം തന്നെ എന്നേക്കുമായി മാറിയേക്കാം.